അസ്സലാമു അലൈക്കും. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, ഹിജറ വർഷം 1448 പുതുവർഷം ആരംഭിച്ചിരിക്കുന്നു. പവിത്രമായ മാസം കൊണ്ടാണ് പുതുവർഷം ആരംഭിക്കുന്നത്, മുഹറം മാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ 4 മാസങ്ങളിൽ ഒന്നാണ് മുഹറം മാസം എന്ന് പറയുന്നത്. പവിത്രമാക്കപ്പെട്ട മാസങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. മഹാനായ ഇമാം ഹസനുൽ ബസ്രി റഹ്മഹുല്ലാ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വർഷം ആരംഭിക്കുന്നത് പവിത്രമായ മാസം കൊണ്ടാണ്. ആ വർഷം അവസാനിപ്പിക്കുന്നതും പവിത്രമായ മാസം കൊണ്ടാണ്. മുഹറം കൊണ്ട് ആരംഭിക്കുന്ന വർഷം അവസാനിക്കുന്നത് ദുൽഹജ്ജ് മാസം കൊണ്ടാണ് എന്ന് നമുക്കറിയാം. ഇത്തരം പവിത്രമായ മാസങ്ങളിൽ കർമ്മങ്ങൾക്ക് ഏറെ പ്രതിഫലം ലഭിക്കുമെന്ന് ഇമാം ഖത്താദ റഹിമഹുല്ല പറയുന്നു. മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു, അഫ്ളലു സിയാമി ബഅദ റമളാൻ ഷഹറുല്ലാഹിൽ മുഹറം, അഫ്ളലു സ്വലാത്തി ബഅദൽ ഫരീള സ്വലാത്തുൽ ലൈൽ. വിശുദ്ധ റമളാനിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ആശുറാൻ്റെ നോമ്പാണ്, മുഹറമിലെ നോമ്പാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫർള് നമസ്കാരത്തിന് ശേഷം അവൻകൽ ഏറ്റവും ശ്രേഷ്ഠമായത് രാത്രിയിലുള്ള തഹജ്ജുദ് നമസ്കാരമാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, മുഹറം മാസത്തിന് വേറെയും ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഏകാധിപതിയായ ഫറോവ ചക്രവർത്തി അടിച്ചമർത്തിയിരുന്ന ബനൂ ഇസ്രായേൽ സമൂഹത്തെ വിമോചിപ്പിച്ച് മഹാനായ പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെങ്കടൽ താണ്ടിക്കടന്ന ദിനം ഈ മുഹറം മാസത്തിലാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന ബനൂ ഇസ്രായേലി സമൂഹവും മുഹറം മാസത്തിൽ വ്രതമനുഷ്ഠിക്കാറുണ്ടായിരുന്നു. മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറയ്ക്ക് മുമ്പും ഹിജറയ്ക്ക് ശേഷവും ജീവിതത്തിലുടനീളം മുഹറം 10 വ്രതമനുഷ്ഠിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാം. എന്താണതിൻ്റെ പ്രത്യേകത? കഴിഞ്ഞ കാലത്തെ എല്ലാ പാപങ്ങളും പുറത്തു തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഹിജറ എന്ന് പറയുമ്പോൾ പലായനമാണ്. ഹിജറയ്ക്കും ഒരുപാട് പ്രത്യേകതകളുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും മക്ക വിട്ട് മദീനയിലേക്ക് നടത്തിയ പലായനം, അതിജീവനത്തിൻ്റെയും വിമോചനത്തിൻ്റെയും പാഠമാണ് ഹിജറ നമുക്ക് നൽകുന്നത്. വിശ്വാസി സമൂഹം എല്ലാം നഷ്ടപ്പെട്ടാലും ഭാവിയെക്കുറിച്ച് പ്രതീക്ഷ വെച്ച് പുലർത്തുന്നവരും ഭാവിയിലേക്ക് കൃത്യമായ പ്ലാനുകളോടെ, പദ്ധതികളോടെ, ആസൂത്രണത്തോടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടവരുമാണ് എന്ന് പലായനം നമ്മെ പഠിപ്പിക്കുന്നു. പ്രവാചകൻ്റെ ഹിജറ ഒരു നവസമൂഹ നിർമ്മിതിക്കും ഒരു പുതുനാഗരികതയ്ക്കും നാന്ദി കുറിച്ചത് അതുകൊണ്ടുകൂടിയാണ്. പ്രിയ സുഹൃത്തുക്കളെ, ഈ മുഹറം മാസം അതിൻ്റെ ആശുറാഇൻ്റെ നോമ്പും അതിൽ ധാരാളം സൽക്കർമ്മങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലവും കരസ്ഥമാക്കാൻ നാം പരിശ്രമിക്കുക. നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.